കുടുംബത്തിൽ പൊതുവെ ശാന്തപൂർണ്ണമായിരിക്കുന്ന അന്തരീക്ഷം നിലനിൽക്കും. അകൽച്ചയിലായിരുന്ന ബന്ധുജനങ്ങളുമായിട്ട് യോജിക്കുവാനും ഇടയുണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മയോഗം, സന്താനാഭിവൃദ്ധി തുടങ്ങിയ ശുഭഫലങ്ങളും അനുഭവമാകുന്നതാണ്. പൊതുരംഗത്തിൽ പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾ വളരെയധികം കരുതലോടുകൂടി ഇരിക്കേണ്ടതാണ്. കലഹാന്തരീക്ഷം ചുറ്റുപാടുകളിലും ഉണ്ടാകാമെങ്കിൽ പോലും ക്ഷമാപൂർവവും സമവായപൂർണവുമായിരിക്കുന്ന സംഭാഷണങ്ങൾ നിമിത്തമായിട്ട് ജനങ്ങളെ തൻ്റെ വശത്താക്കുവാൻ സാധിക്കുന്നതാണ്. മുൻകാല ചെയ്തികളുടെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുവാനും ഇട കാണുന്നത് കൊണ്ട് തന്നെ കരുതൽ വേണം. ശരീരത്തിൽ മുറിവ് ചതവുകൾക്കും ഇടയുണ്ട്. പുണ്യസ്ഥലക്ഷേത്ര ദർശനഭാഗ്യത്തിനും ഇഷ്ടബന്ധുജന സമാഗമത്തിനും യോഗം കാണുന്നു. ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ ശ്രമിക്കണം. ദോഷപരിഹാരാർത്ഥമായി മാസം പ്രതി ജന്മനക്ഷത്രം തോറും ഗണപതി ക്ഷേത്രത്തിൽ മോദകം വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും മഹാഗണപതി യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ്. എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞ ഒരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.